ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സംഗമം സംഘടിപ്പിക്കും. മാർച്ച് 14 നടക്കുന്ന സംഗമത്തിൽ പൂർവ്വാധ്യാപികയും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ ഓമനക്കുട്ടിയെ ആദരിക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ കെ ജയദേവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന കുടുംബങ്ങളിലെ പഠനത്തിൽ മികവ് പുലർത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അലുമിനി അസോസിയേഷൻ നൽകിവരുന്ന ചെറുക സ്കോളർഷിപ്പ് വിതരണവും എക്സലൻസ് അവാർഡ് വിതരണവും സംഗമത്തിൽ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഡിഗ്രി 1ാം വർഷത്തെ 17 വിദ്യാർത്ഥികൾക്കും 2ാം വർഷത്തെ 10 വിദ്യാർത്ഥികൾക്കും 3ാം വർഷത്തെ 11 പേർക്കുമാണ് സ്കോളർഷിപ്പ് നൽകുക. 5,920,000 രൂപയാണ് വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ ചിറ്റൂർ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ടി നന്ദകുമാർ മുഖ്യാതിഥിയാവും. നാളിതുവരെ കോളേജിനു വേണ്ടി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ അസോസിയേഷൻ ചെയ്തിട്ടുണ്ട്. കോളേജിന് നാക്കിന്റെ A+ അക്രഡിറ്റേഷൻ ലഭ്യമാക്കുന്നതിൽ അലുമിനി അസോസിയേഷന്റെ പ്രവർത്തനം പരിഗണിക്കപ്പെട്ടു എന്ന് പ്രൊഫസർ ജയദേവൻ പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയിലെ പൂർവ്വ അധ്യാപകരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫാക്കൽറ്റി അലുമിനി എന്നുള്ളൊരു ആശയമാണ്. ആ ആശയത്തിൻ്റെ പേരിൽ നമ്മൾ ഈ വർഷത്തെ പരിപാടിയിൽ നേരത്തെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള അധ്യാപകരെയൊക്കെ വിളിച്ചു ചേർത്ത് അവരുടെ ഒരു കൂട്ടായ്മ അത് സംഘടിപ്പിക്കുകയാണ്. ആ പ്രോസസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടികളൊക്കെ കൂട്ടായ്മയ്ക്ക് വേണ്ടി കലാലയങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോഴുള്ള ഉഷാറും ഉത്സാഹവും ആ ഒരു ത്രില്ലും ഈ അധ്യാപകരിലും നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു പക്ഷേ ഫസ്റ്റ് ടൈമായിട്ട് ആദ്യമായിട്ട് അവർ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുകയായിരിക്കും എന്ന് എൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു അവരുടേത്. പിന്നെ നമ്മളുടെ ലക്ഷ്യങ്ങൾ അവരോട് പറയുകയുണ്ടായി. അലുമിനിയുടെ ഒരു ഭാഗമായിട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഭാഗമായിട്ട് പൂർവ്വ അധ്യാപകരും കൂടെ ഉണ്ടായിരിക്കണം. അത് നമുക്ക് വലിയ ഉത്സാഹം തരുന്നതാണെന്ന്. അങ്ങനെ 100ഓളം പേര് സൈനപ്പ് ചെയ്തിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ KC വിശ്വപ്രസാദ്, VP വേണുഗോപാൽ, K ഷൺമുഖൻ, A മുഹമ്മദ് റഫീഖ് എന്നിവരും പങ്കെടുത്തു.